പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ KT ജോസഫ് അവറുകളാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള, താൻ കടന്നുപോയ തൻ്റെ അനുഭവങ്ങൾ, ഓർമ്മകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് പ്രയോജനകരമായി തീരേണ്ടതിന് നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ KT ജോസഫ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ KT ജോസഫ്. ഞാൻ മധ്യപ്രദേശ് മൻസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ പട്ടണത്തിൽ 25 വർഷമായിട്ട് ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ റോഡൻ പാസ്റ്ററായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് 3 മക്കളും ഭാര്യയുമുണ്ട്. മൂത്ത് 2 പെൺപിള്ളേർ, അവർ വിവാഹിതരായി. ഇളയത് ആൺപൈതലാണ്. അവൻ 2023 കർത്താവിൻ്റെ വചനം പഠിച്ച് ഞങ്ങളോടൊപ്പം കർത്താവിൻ്റെ വേലയിലായിരിക്കും. ആമേൻ. കർത്താവിൻ്റെ ദാസനെ കൂടി പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലിഞ്ഞിട്ടുള്ള ഓർമ്മകൾ പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സായാം സമയത്ത് അനുഗ്രഹീതമായ ആരോമ TV എൻ്റെ സാക്ഷ്യം പങ്കുവെക്കുവാൻ നൽകിയ ഈ അവിസ്മരണീയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ വയലിൽ അനുഗ്രഹീതമായി ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോൺ ദാനിയേൽ ആരോമ TVയുടെ നേതൃത്വ നിലയിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് ചുമല് കൊടുക്കുന്നല്ലോ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആരോമ എന്ന് കേൾക്കുമ്പോൾ അത് സുഗന്ധം വരുത്തുന്ന സുഗന്ധമാണ്. ആരോമ TVയിലൂടെ അനേകരുടെ സാക്ഷ്യം മുഖാന്തരം ഈ ശുശ്രൂഷയിലെ സാക്ഷ്യത്തിലൂടെ അനേകരെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും സുവിശേഷ വയലിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം സഹായിക്കുന്നത് കൊണ്ട് ഈ ശുശ്രൂഷയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഈ സായാഹ്ന സമയത്ത് ആരോമ TVയുടെ പ്രേക്ഷകരോട് എൻ്റെ ജീവിതാനുഭവം പങ്കുവെക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ ദാനിയേൽ ജോൺ അവരുകൾ എന്നെ ക്ഷണിക്കുകയും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അല്പസമയം എൻ്റെ ജീവിത സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് വലിയ അനുഗ്രഹവും പ്രയോജനവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് KT ജോസഫ് എന്നാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ എന്ന പ്രദേശത്ത് നിന്ന് 16 കിലോമീറ്റർ കിഴക്ക് മാറി തലയനാട് എന്ന പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ജന്മദേശം. എൻ്റെ മാതാപിതാക്കൾ സാധാരണക്കാരായ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളായിരുന്നു. ഞങ്ങൾ 5 മക്കൾ, 3 പെൺമക്കളും 2 ആൺമക്കളും. അതിൽ ഞാനും എൻ്റെ സഹോദരൻ തോമസും കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ കുടുംബം ഒരു മിഷണറി കുടുംബമെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ മൂത്ത സഹോദരിക്ക് 4 മക്കളായിരുന്നു. 2 പേരും മരിച്ചുപോയി. മൂത്ത പെങ്ങളുടെ മൂത്ത മകൻ ഷാജി M തോമസ്
ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞ 2020 ഇൻഡോറിൽ വെച്ച കർത്താവിൽ നിദ്ര പ്രാപിച്ച് 25 വർഷം IPSോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരുന്നു. അദ്ദേഹത്തിന്റെ അനിയൻ എൻ്റെ കൂടെ ഇവിടെ നിന്ന് 16 കിലോമീറ്റർ ദൂരത്തിൽ ശുശ്രൂഷിക്കുന്നു. അതുപോലെ എൻ്റെ സഹോദരൻ ശുശ്രൂഷയിലായിരിക്കുന്നു. രണ്ടാമത്തെ പെങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെയും പാസ്റ്റർമാരാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർ ശുശ്രൂഷയിലായിരിക്കുന്നു. ഇളയ പെങ്ങൾക്ക് 2 മക്കൾ. അതിലൊരാൾ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഒരു മിഷണറി കുടുംബം എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഈ നിലയിൽ എത്തിച്ചേരുവാൻ ദൈവം പ്രവർത്തിച്ച വൻ കാര്യവും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ഓർക്കുമ്പോൾ എനിക്ക് കണ്ണീരോടെ മാത്രമേ എൻ്റെ സാക്ഷ്യം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാൻ സാധ്യമുള്ളൂ. ഇന്ന് അഭിമാനിക്കാനും സന്തോഷിപ്പാനും ഉണ്ടെങ്കിലും വളരെ കണ്ണീരിന്റെ താഴ്വരയിലൂടെ കടന്നുപോയ ദിവസങ്ങളാണ് എൻ്റെ ചെറുപ്പകാലം. കാരണം അന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കടന്നു പോകേണ്ടി വന്ന അനുഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ പിതാവ് തികച്ചും ഒരു മദ്യപാനിയായിരുന്നു. എന്നും മദ്യപിച്ച് ഭവനത്തിൽ കലഹമുണ്ടാക്കാറുണ്ട്. ഞങ്ങളൊരു നാമധേയ ക്രൈസ്തവ സഭയോട് ചേർന്ന കാത്തലിക് വിശ്വാസത്തിൽ ആയിരുന്നുവെങ്കിലും എൻ്റെ അമ്മ ഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. പിതാവിന്റെ മദ്യപാനം അദ്ദേഹത്തിന്റെ ജീവിതം തകർന്ന അവസ്ഥയിലെത്തി. 1980 ആത്മഹത്യ ചെയ്തു. സമാധാനമില്ലാത്ത ഞങ്ങളുടെ കുടുംബത്തെ പോറ്റുവാൻ എൻ്റെ അമ്മ വളരെ വളരെ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾക്കൊന്നും അധികം വിദ്യാഭ്യാസം നടത്തുവാനോ ആ നിലവിലുള്ളതായ ഒരു ഉന്നത നിലയിൽ എത്തിച്ചേരുവാൻ ആ നാടുകളിൽ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഭവനത്തിന്റെ സമാധാനമില്ലാത്ത സ്ഥിതിയും സാമ്പത്തിക ബുദ്ധിമുട്ടും എങ്ങനെയും പഠിച്ചൊരു ജോലി ലഭിക്കണമെന്നുള്ളത് ആഗ്രഹം മാത്രം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസ സ്കൂൾ ജീവിതത്തിന് ശേഷം കോട്ടയത്ത് നാട്ടകം എന്ന് പറഞ്ഞ സ്ഥലത്ത് നൈനാൻ ടെക്നിക്കൽ കോളേജിൽ ചേർന്ന് 2 വർഷത്തെ ITI പഠിക്കാൻ എന്നെ അവിടെ ചേർത്തു. ബുദ്ധിമുട്ടിയാണെങ്കിലും എൻ്റെ അമ്മ റബ്ബർ വെട്ടി അതിനുള്ള ഫീസുകളൊക്കെ അടച്ചുകൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് വേണ്ട വിധത്തിൽ ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് ഓർക്കുമ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അതിനുശേഷം ഞാൻ തിരിച്ച് തൊടുപുഴയിൽ വന്ന് 1.5 വർഷത്തിന് ശേഷം 1.5 വർഷം മാത്രം 2 വർഷത്തെ കോഴ്സ് എനിക്ക് 1.5 വർഷമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിൽ വന്ന തൊടുപുഴയിൽ ഒരു വർക്ക് ഷോപ്പിൽ ഞാൻ പണി പഠിക്കാനായിട്ട് നിന്ന് പണിയെടുത്തു. വെൽഡിംഗ് ഒക്കെ ഞാൻ ITI പഠിച്ച് ആ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ളതായ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പഠിച്ച് എങ്ങനെയും പണം സമ്പാദിക്കണമെന്നുള്ളതായ ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിന്റെ ഭവനത്തിന്റെ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വെൽഡിംഗ് എല്ലാം പഠിച്ച് ആ വർക്ക്ഷോപ്പിൽ തന്നെ ഞാൻ ജോലി എടുക്കാൻ തുടങ്ങി. സ്വന്തമായി വരുമാനം അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയത് കൊണ്ട് എൻ്റെ ജീവിതം മറ്റൊരു ലെവലിലേക്ക് നീങ്ങിപ്പോയി. അത് പിതാവ് ചെയ്തതുപോലെ മദ്യപാനത്തിലേക്കും പുകവലിയിലേക്കും
കൂട്ടുകാരോടുള്ള കൂട്ടുകെട്ട് കൊണ്ട് സിനിമ കാണലൊരു പതിവായി തീർന്നു. അങ്ങനെ സ്വന്തമായി എനിക്ക് വരുമാനമുള്ളത് കൊണ്ട് ഞാൻ ഈ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ കുടുങ്ങി ഒരു യൗവനക്കാരന്റെ ജീവിതം തകരാവുന്ന സ്ഥിതിയിലേക്ക് നീങ്ങിയെന്ന് പറയുവാൻ എനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് വായനാശീലം എനിക്ക് വലിയ താല്പര്യമായിരുന്നു. പഠിക്കുന്ന കാലത്ത് അനേക പുസ്തകങ്ങൾ ഞാൻ വായിക്കുമായിരുന്നു. അന്ന് ഞാൻ 3 ലൈബ്രറിയിൽ എനിക്ക് അംഗത്വം എടുത്ത് ഞാൻ അനേക പുസ്തകങ്ങൾ, നോവലുകൾ, ഡിറ്റക്റ്റീവ് നോവലുകൾ, സാധാരണ നോവലുകൾ, മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ, അതുപോലെ തന്നെ യാത്രാ വിവരണങ്ങളൊക്കെ ഒത്തിരി ഞാൻ വായിക്കുമായിരുന്നു. വായനാശീലം ഇന്നും എനിക്ക് പതിവ് പോലെ കിട്ടുന്ന പൈസ ഇന്നും ഞാൻ പുസ്തകം വരുത്തി സൂക്ഷിക്കും, വായിക്കും, പഠിക്കുന്ന സ്വഭാവം അന്ന് മുതൽ എനിക്കുണ്ട്. അങ്ങനെ സമാധാനം ഇല്ലാത്തൊരു യൗവനാവസ്ഥയായിരുന്നു എൻ്റെ. ജീവിതം തകരുമെന്നുള്ളതായ സാഹചര്യത്തിലെത്തിയപ്പോൾ കുടുംബത്തിന്റെ പരിസ്ഥിതിയിലുള്ള ഉത്തരവാദിത്വവും അമ്മയോടുള്ള കടപ്പാടും എൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിലും തെറ്റായ ദുശീലങ്ങളും എന്നെ വളരെ നിരാശയിലാക്കി എന്ന് പറയാം. ഇങ്ങനെ കലാരംഗത്ത് എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് തുടർച്ചയായിട്ടുള്ള അഭിനയത്തിൽ എനിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ദേശത്ത് തന്നെ ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടാക്കി നാടക അഭിനയ രംഗത്തേക്ക് നീങ്ങി ഒരു നടനാകണമെന്നുള്ളതായ വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അന്ന് കിട്ടാവുന്ന നാടക പുസ്തകങ്ങളൊക്കെ മേടിച്ച് ഞാൻ വായിക്കും. NN പിള്ള അതുപോലെയുള്ള ആൾക്കാരുടെ നാടക പുസ്തകങ്ങൾ ഞാൻ മേടിച്ച് വായിക്കുമായിരുന്നു. അതുപോലെ സിനിമ ഷൂട്ടിങ് ആ പ്രദേശത്ത് വന്നപ്പോൾ ഞാൻ ഷൂട്ടിങ് പോയി കാണുമായിരുന്നു. ഒരു നടനാകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ നാടക സംവിധാനം ചെയ്യുക, എന്നെ മറ്റുള്ളവർ സംവിധാനം ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മദ്യത്തിനൊന്നും എനിക്ക് പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. സ്വന്തമായിട്ട് തന്നെ മദ്യത്തിനൊന്നും പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ളതായ മടങ്ങിപ്പോക്കില് എന്നെ വളരെ നിരാശയാക്കി എന്നുള്ളതാണ്. അമ്മച്ചിയുടെ പ്രയാസവും ഒക്കെ വളരെ എന്നെ തകർത്തു. എനിക്ക് നന്നാകണമെന്നുണ്ട്, കഴിയാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്തിൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്നതായ പുസ്തകം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ചില സംഭവങ്ങളുണ്ട്. കാരണം ദൈവത്തെക്കുറിച്ച് എനിക്ക് വിശ്വാസം ഉണ്ട്. എൻ്റെ അമ്മ ഞങ്ങൾ 5 പിള്ളേരെ അന്നത്തെ രീതിയിലുള്ള ഭക്തിയിലാണ് വളർത്തിയത്. അതുകൊണ്ട് ദൈവത്തോട് എനിക്ക് താല്പര്യമുണ്ട്, വിശ്വാസമുണ്ട്, കടുത്ത വിശ്വാസമുണ്ട്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ എൻ്റെ ജീവിതത്തെ മാറ്റിമറിപ്പാൻ പറ്റിയല്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം അന്നത്തെ എൻ്റെ വായനയും എൻ്റെ അറിവും മറ്റുള്ള മതത്തെ പോലെ തന്നെ ഒരു മതമായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഈ ജീവിതത്തിന് എൻ്റെ ജീവിതത്തിൽ ഒന്ന് തിരുത്തണമെന്നുള്ള ആഗ്രഹത്താൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വളരെ ഭാരപ്പെട്ട നാളുകളാണ്. ആ സമയത്താണ് ഞാൻ പറഞ്ഞത് എന്നെ സ്വാധീനിച്ച 3 വ്യക്തികളാണ്. ഞാൻ വായനയിലൂടെ എനിക്ക് ലഭിച്ചൊരു സ്വാധീനം ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ജീവചരിത്രവും വിവേകാനന്ദ ജീവചരിത്രവും അന്ന് ജീവിച്ചിരിക്കുന്ന നിത്യ ചൈതന്യാദിയതി അദ്ദേഹത്തിന്റെ പുസ്തകം എൻ്റെ ലൈബ്രറിയിൽ ഇവിടെ ഒത്തിരിയുണ്ട്. അപ്പോൾ ആ വായനയിലൂടെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ മതത്തിന്, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനോ എന്നെ രക്ഷിപ്പാൻ കഴിയില്ല, അല്ല എന്നെ തിരുത്താൻ കഴിയില്ലെന്നുള്ള അന്നത്തെ ചിന്ത കൊണ്ട്
ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന മതം ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1983 ഒരു RSS പ്രവർത്തകനായ ഒരു സന്യാസി, ചാലങ്കോട് രാജൻ എന്ന് പറഞ്ഞ ഒരു സന്യാസിക്ക് ശിക്ഷിപ്പെട്ട്, എൻ്റെ പേര് നിക്കിനെയും ജോസ് എന്നാണ്, എൻ്റെ പേര് അദ്ദേഹം സൂര്യദാസ് എന്നിട്ട് ഞാൻ ക്രിസ്തീയ മാർഗം ഉപേക്ഷിച്ചെന്ന് പറയാം. വീട്ടിൽ പ്രശ്നമായിരുന്നു, നാട്ടിലും പ്രശ്നമായിരുന്നു. എൻ്റെ ഭക്തി ഞാൻ 3 പ്രാവശ്യം ശബരിമല ദർശനം ചെയ്തിട്ടുണ്ട്. കാരണം ഈ യൗവന സമയത്ത് എൻ്റെ ജീവിതത്തെ തിരുത്തണമെന്നൊരു ആഗ്രഹം അന്നും ഉള്ളത് കൊണ്ട് മാത്രം. പക്ഷേ അവിടെ 3ാമത്തെ പ്രാവശ്യം ശബരിമല സന്ദർശിച്ചപ്പോൾ അവിടുത്തെ അഭക്തിയും സ്വാമിമാർ തമ്മിലുള്ളതായ വഴക്കും വെള്ളത്തിന് പോലും അടിപിടി ഉണ്ടാക്കുന്ന ആ സാഹചര്യം ഞാൻ കാണുവാനിടയായി. ഈ ശബരിമല ദർശനം കൊണ്ട് എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ സാധ്യമല്ല എന്ന് എനിക്ക് അവിടെയും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. നാടക കമ്പനി ഉണ്ടാക്കി, നാടകം കളിച്ച്, നാടകം പൊട്ടി. 3ാമത്തെ നാടകം പൊട്ടി. നാട്ടിൽ നിന്ന് ഞങ്ങൾ 4-5 സഹോദരന്മാർ വിളിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ തൃശ്ശൂർ ചെന്ന് കൂലിപ്പണിയെടുത്ത്, ഞങ്ങൾ 4-5 സഹോദരന്മാർ കൂലിപ്പണിയെടുത്താണ് ഞങ്ങളുടെ കടം വീട്ടിയത്. തിരിച്ച് ഞങ്ങൾ നാട്ടിൽ വന്ന് പിന്നെയും നാടകത്തിന്റെ പിന്നിലുള്ളതായ പ്രവർത്തനം എൻ്റെ നടുവിന് പ്രത്യേകമായ ഒരു പ്രയാസമുണ്ടായി. ഞാൻ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ 21 ദിവസമോ 18 ദിവസം കിടക്കേണ്ടി വന്നു. ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ നാട്ടില് തൊടുപുഴ പ്രദേശത്ത് കരിസ്മാറ്റിക്കിന്റെ വലിയ ഉണർവ് നടക്കുന്ന സമയമാണ്. അപ്പൊ ചില സഹോദരന്മാര് നിത്യമായി ആശുപത്രി സന്ദർശിക്കും. അതിലൊരാൾ എന്നും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തോട് എനിക്ക് കിടപ്പാടുണ്ട്. അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, ജോസെ, ജീവിച്ചിരിക്കുന്ന ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുമാർക്കും എപ്പോഴോ ഉപേക്ഷിച്ചയാളാണ്. ഈ കർത്താവിന് എൻ്റെ കുടുംബത്തെയോ എന്നെയോ രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, സ്ഥിരമായിട്ട് 18-20 ദിവസം കണ്ടു കിടന്നു വരുമായിരുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ വചനത്തിലൂടെ സംസാരിച്ചിട്ട് അവർ ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കെന്തോ മറുത്തു പറയുവാൻ കഴിഞ്ഞില്ല. എൻ്റെ തലയിൽ കൈവച്ച സഹോദരന്മാര് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒരു ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അത് കരണ്ടടിക്കുന്ന പോലെ ഒരു അനുഭവമായിരുന്നു. എന്തോ പ്രവർത്തനം എൻ്റെ ശരീരത്തിൽ നടന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി. പ്രാർത്ഥന കഴിഞ്ഞ് അവർ പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയതായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. 2 ദിവസത്തിനകം ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ പോകാനിടയായി. പിന്നീട് എന്നെ അവർ വിളിക്കുകയും ഒരു പ്രാർത്ഥനയ്ക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ ജീവിതത്തിന് പിന്നീട് എനിക്കൊരു തിരിച്ചുവരവ് കർത്താവിലേക്ക് അങ്ങനെ എനിക്കുണ്ടായി. ആ നാളുകളിൽ ഞങ്ങളുടെ ദേശത്തെ ഗ്രാമത്തിൽ കരിസ്മാറ്റിക്കിന്റെ വലിയ കാര്യം നടക്കാത്ത തൊടുപുഴ പ്രദേശത്ത് പ്രാർത്ഥനകളിൽ എൻ്റെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് അവസരം ലഭിച്ചു. ഞാനും ഇന്ന് ആ പ്രദേശത്ത് താമസിക്കുന്ന വർഗീസ് എന്ന് പറഞ്ഞൊരു സഹോദരനും ഞങ്ങൾ ഒരുമിച്ച് ആ പ്രദേശത്ത് കരിസ്മാറ്റിക്കിന്റെ പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രദേശത്ത്
വീട് വീടാന്തരം കയറി കർത്താവിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ക്രൈസ്റ്റ് കത്തോലിക്ക സഭയിൽ തന്നെയാ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ബൈബിള് ചുരുക്ക സമയം കൊണ്ട് ആ ബൈബിൾ ഞങ്ങൾ വായിച്ചു, രണ്ടുപേരും വായിച്ചു. പക്ഷെ പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സംശയങ്ങൾ ഉളവാക്കി. പള്ളിയിൽ എതിർത്തു, ഞങ്ങളെ വീട്ടിൽ കയറ്റരുതെന്നായി. എങ്കിലും എന്തോ ഒരു കത്തുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ നാട് മുഴുവനും കർത്താവിനെ കുറിച്ച് പരസ്യമായിട്ട് ഞങ്ങൾ സാക്ഷീകരിച്ചു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മാതാവ് മക്കൾക്ക് വേണ്ടി വളരെ അധ്വാനിക്കുകയും മക്കൾക്ക് വേണ്ടി ജീവിച്ചൊരു മാതാവായിരുന്നു. റബ്ബർ തൊഴിലാളി ആയതുകൊണ്ട് ആയിരിക്കാം, കഠിനാധ്വാനമായിരിക്കാം, എൻ്റെ മാതാവ് ഒരു ആസ്മ രോഗിയായി തീർന്നു. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിന്റെ 3-ാമത്തെ ദിവസം 2-3 സഹോദരന്മാർ ആ വീട്ടിൽ വന്ന്, ആ ആശുപത്രിയിൽ വന്ന് എൻ്റെ അമ്മയോട് സുവിശേഷം പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അനേക അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എൻ്റെ മക്കൾ പ്രാർത്ഥനക്കാരാണ് എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾ പ്രാർത്ഥനക്കാരാണ്, ഞങ്ങൾ പ്രാർത്ഥനയിൽ പോകുന്ന, പ്രാർത്ഥനാ കൂട്ടത്തിൽ പോകുന്നവരാണെന്നൊക്കെയും എൻ്റെ അമ്മ പറഞ്ഞു. എന്തായാലും അന്ന് ആ സഹോദരന്മാരും അമ്മയോട് സുവിശേഷം പറഞ്ഞിട്ട് കടന്നുപോയി. ആ ആഴ്ചയിൽ തന്നെ ഇന്ന് തൊടുപുഴ IPC സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ PK രാജൻ ഞങ്ങളുടെ വീട് അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. ആനക്കയം എന്നാണ് ആ തലയിലാണ് ആനക്കയം. അവിടെ വന്നു ഞങ്ങളുടെ വീട് അന്വേഷിച്ചാൽ ആശുപത്രിയിൽ വന്ന സഹോദരന്മാര് പാസ്റ്ററോട് ചെന്ന് പറഞ്ഞ് ഇങ്ങനെയൊരു കൂട്ടമുണ്ടെന്ന് പറഞ്ഞ് ആണ് അവിടെ ഞങ്ങളെ അന്വേഷിച്ച് വന്നു. അമ്മയുടെ പേര് അന്വേഷിച്ച് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, പ്രാർത്ഥന നടക്കുന്ന കാര്യങ്ങൾ, നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ശരിയാണെങ്കിലും വചനത്തിന്റെ ചില സത്യങ്ങൾ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിട്ട് അദ്ദേഹം ഒരു ബൈബിൾ ക്ലാസ് അവിടെ ആരംഭിച്ചു. ഞങ്ങൾ ആ ബൈബിൾ ക്ലാസ്സിൽ പോയി. ഏകദേശം 18 പേരുണ്ടായിരുന്നു. ചില നാളുകൾക്ക് ശേഷം അദ്ദേഹം ഞങ്ങളെ ചർച്ചിൽ വിളിച്ചൊന്നുമില്ല, ആഴ്ചയിൽ വന്ന് ബൈബിൾ ക്ലാസ് എടുക്കും. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങൾ കരിസ്മാറ്റിക് പ്രാർത്ഥന, ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങൾ വചനം പറയാൻ ഞങ്ങൾക്ക് ആവശ്യമായ ആ വചനങ്ങൾ ഇവിടെ കിട്ടുന്നു, ഇവിടുന്ന് കൊണ്ട് അവിടെ ഞങ്ങൾ വിതരണം ചെയ്യുന്നു. വളരെ സന്തോഷം. സുവിശേഷ സത്യം ഞങ്ങൾ അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിൽക്കുന്നതും ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെങ്കിലും മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളിൽ പഠിപ്പിച്ചപ്പോൾ അന്നാളിൽ എന്നോട് പറയും, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി പുതുഭാഷകൾ സംസാരിക്കുമെന്നും വീരപ്രവർത്തികളൊക്കെ നടക്കും. എന്നാൽ അന്നാളിൽ ഞാൻ പറയും, നിങ്ങൾ ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ സത്യത്തിൽ അല്ലെങ്കിൽ പോലും ഇതൊക്കെ നടക്കും എന്ന് പറഞ്ഞ് ഭാഷ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ സത്യസുവിശേഷത്തിലേക്ക് കടന്നു വന്നത്. സത്യസുവിശേഷത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം തകർന്ന ജീവിതമായിരുന്നു. എൻ്റെ ജീവിതം വളരെ നിരാശയുടെ ജീവിതമാണ്. ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ട് പോലും സമാധാനത്തിന് വേണ്ടി മതം മാറേണ്ടി വന്നവൻ. ഈ സാക്ഷ്യം യൗവനക്കാരുടെ ഇടയിൽ പറയണമെന്ന് ഉള്ള ആഗ്രഹം ഞങ്ങൾ വീണ്ടും ആ പ്രദേശവും എന്താ പറയുക, പഞ്ചായത്ത് മുഴുവനും ഞങ്ങൾ പരസ്യവും പാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് അങ്ങനെ ആണ് 18 പേര് ഒരുമിച്ചാണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ട് ഞങ്ങൾ ആ പ്രദേശത്ത് മൊത്തം കർത്താവിനെ കുറിച്ച് സാക്ഷീകരിച്ചു. ദൈവത്തിന്റെ വേല എടുക്കണമെന്നുള്ളതായ
ആ ചിന്തയും ആഗ്രഹവും ഞങ്ങളുടെ ഭാഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. ബൈബിൾ പഠിക്കണം. അപ്പൊ ഞങ്ങൾ 2-3 സഹോദരന്മാര് തൊടുപുഴയ്ക്ക് ചുറ്റുപാടുമുള്ള എല്ലാ പട്ടണങ്ങളിലും പോയി കർത്താവിനെ സാക്ഷീകരിച്ചു. വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും ഇടയ്ക്ക് ഞങ്ങൾ അവിടെ പോയി പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനം ആരംഭിച്ച ഒരു ദിവസം ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു കർത്താവിന്റെ ദാസൻ ബസ്സിൽ വെച്ച് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യുദ്ധം വളരെ ചെയ്യുന്നു, ആവനാഴിയിൽ അമ്പുകളില്ലെന്ന് പറഞ്ഞു. എനിക്ക് പരിചയമില്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ബസ്സിൽ ഞാൻ പിടിച്ചോണ്ട് നിന്നപ്പോ എന്റെ ചെവിയിലാണ് പറഞ്ഞു, യുദ്ധം ചെയ്യുന്നു, പക്ഷേ ആവനാഴിയിൽ അമ്പില്ലെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ടു. ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പിന്നീട് ഞങ്ങളെ വിളിക്കുകയും ബൈബിൾ പഠിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളുടെ സഭയിൽ പറഞ്ഞ് അങ്ങനെ 7 പേർ ഒരുമിച്ചാണ് തൊടുപുഴ IPC സെൻട്രൽ ചർച്ചിൽ നിന്ന് ഞങ്ങൾ ദൈവവേലയ്ക്ക് സമർപ്പിച്ച് കടുത്തുരുത്തി എബനേസർ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോളേജിൽ ഞങ്ങൾ ചേർന്ന് 1986-87 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ കർത്താവിന്റെ വചനം പഠിക്കാം. ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിന്റെ ദാസൻ ബഹുമാനപ്പെട്ട KJ ബാബു, ഇവിടെ 50 കിലോമീറ്റർ നിയമിച്ചിലാണ് അദ്ദേഹം താമസിച്ചിരുന്നു, ഇന്ന് ഇൻഡോറിലാണ്. അദ്ദേഹം ഞങ്ങളുടെ കോളേജിൽ നിന്ന് വടക്കേന്ത്യയെ കുറിച്ചുള്ളതായ ഒരു ചലഞ്ചിങ് മെസ്സേജ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വടക്കേന്ത്യക്ക് ഞാൻ സമർപ്പിച്ചു. വടക്കേന്ത്യക്ക് പോകണമെന്ന് സമർപ്പിച്ചു. എന്നും വടക്കേന്ത്യക്ക് വേണ്ടി രാവിലെ 4 മണി മുതൽ 6 മണി വരെ 2 മണിക്കൂർ പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥനയിൽ ഇന്ന് തൃശ്ശൂരിനടുത്ത് പ്രവർത്തിക്കുന്ന പാസ്റ്റർ MA ദേവസ്യാക്കുട്ടി അന്ന് എൻ്റെ സീനിയർ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ 2 പേരും 2 മണിക്കൂർ വടക്കേന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 സഹോദരന്മാര് കാസർഗോഡ് ജില്ലയില് തൃക്കരിപ്പൂറിനും നീലേശ്വരത്തിനും ഇടയ്ക്ക് ചിറവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ബൈബിൾ കോളേജിന്റെ പ്രവർത്തനമാണ്. 2 വർഷം അവിടെ ശക്തമായിട്ട് ഞങ്ങൾ കർത്താവിന്റെ വേല, കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ ഞങ്ങള് ചെന്ന് സുവിശേഷം പറഞ്ഞു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിറഞ്ഞ ചിറവത്തൂർ, കരിവള്ളൂർ, കയ്യൂർ അവിടെ ആ പ്രദേശങ്ങളൊക്കെയും കർത്താവിനെ സാക്ഷിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 90 അടുക്കാറായപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് ഞാൻ തിരിച്ച് 1990 ആദ്യം ഞാൻ തൊടുപുഴയിൽ വന്ന് പാസ്റ്ററോട് പറഞ്ഞു. അങ്ങനെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ 1990 മെയ് മാസം 13-ാം തീയതിയാണെന്ന് തോന്നുന്നു ഞാൻ ബൈബിൾ കോളേജിൽ ചെന്നു. അന്നത്തെ രജിസ്ട്രാറായിരിക്കുന്ന സാം തോമസ് ഇന്ന് മധുരയില് ഒരാശുപത്രിയും സ്കൂളും നടത്തുന്ന ഒരു കർത്താവിദാസ് അന്ന് രജിസ്ട്രാറാണ്. എന്നോട് ചോദിച്ചു, ജോസഫ് വടക്കേന്ത്യക്ക് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാമെന്ന്. വളരെ സന്തോഷം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നോട് പറഞ്ഞു, UP യിൽ നിന്ന് പാസ്റ്റർ അലക്സ് തോമസ് വന്നിട്ടുണ്ട്, നാളത്തെ കഴിഞ്ഞ് അദ്ദേഹം ഇവിടുന്ന് പോകും. 13-ാം തീയതി മെയ് 13-ാം തീയതി ചെന്ന് 15-ാം തീയതി പോകും എന്ന് എന്നോട് പറഞ്ഞു. തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചോദിച്ചില്ല, സഭയിൽ ചോദിച്ചില്ല. എന്നോട് ചോദിച്ചു, സാർ ചോദിച്ചു ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ടിക്കറ്റ് ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ബൈബിൾ കോളേജിൽ ഇരുന്നു. അവര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എൻ്റെ പൈസയില്ലല്ലോ, പൈസയില്ല. അദ്ദേഹത്തിന് ബൈബിൾ കോളേജിൽ കൊണ്ടുവന്ന ഒരു സൂട്ട് കേസ് എനിക്ക് തന്നു. അരിസ്റ്റോക്രാറ്റിന്റെ അധികാരി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു സൂട്ട് കേസ് എനിക്ക് തന്നു. അദ്ദേഹത്തിന്റെ ചില പാന്റും ഷർട്ടൊക്കെ അന്ന് ഒരു 15 വയസ്സ് ഒരു വലിയ ആള് ഒരു ചെറിയ കുട്ടിക്ക് കൊടുക്കുന്നത് പോലെയുള്ളതായ ഷർട്ടും പാന്റൊക്കെ എനിക്ക് തന്നു. ഞാനത് ചെറുതാക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നു. ഞാൻ സഭയിൽ ചെന്ന് പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ വടക്കേന്ത്യക്ക് പോകാന്ന് പറഞ്ഞു. ആർക്കും സമ്മതമില്ല. വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട്, അമ്മയ്ക്ക് വലിയ പ്രയാസം.
ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ സമർപ്പിച്ചതാണ്. അങ്ങനെ 1990 മെയ് മാസം 15-ാം തീയതി ഞാൻ എറണാകുളത്ത് നിന്ന് യു പിക്ക് വണ്ടി കയറുകയാണ്. അപ്പോൾ ഒരു ഞായറാഴ്ചയാണ്. എന്നെ പ്രാർത്ഥിച്ച് അയക്കുവാൻ വേണ്ടി ചിലർ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ജോസെ 3 മാസം ദഹിക്കത്തില്ല, അതിനു മുമ്പ് തിരിച്ചു വരുമെന്നു. ഞാൻ നേരെ യു പിയിലെ ആഗ്രയിൽ നിന്ന് 40 കിലോമീറ്റർ അലിഗഡ് റൂട്ടിൽ സാദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാസ്റ്റർ അലക്സ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ട്രെയിനിൽ കയറി ഒറ്റയ്ക്കാണ്, ഭാഷ അറിയത്തില്ലല്ലോ. ആഗ്രയിൽ ചെന്നിരുന്നു. 2 മണിയായപ്പോൾ വണ്ടി ഇറങ്ങി. ഞാൻ അവിടെ ഇരുന്നു. എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എന്താ ചോദിക്കേണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല, ആരെയും പരിചയമില്ല. ഞാൻ നോക്കിയപ്പോൾ എന്നെ കൂട്ടാൻ അവിടെ ആരും വന്നിട്ടില്ല. അലക്സ് പാസ്റ്ററിനെ യാതൊരു ബന്ധപ്പെടാനുള്ളതായ സാഹചര്യമില്ല. അന്ന് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് മാറിയിരുന്നു. ആരെങ്കിലും അന്വേഷിച്ച് വരുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരെ അന്വേഷിക്കുമല്ലോ എന്ന് വെച്ചാൽ ഒറ്റയ്ക്കിരുന്നു. അങ്ങനെ ഇന്ന് ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ ബിജു, അന്ന് അദ്ദേഹത്തിന്റെ കൂടെയാണ്. അദ്ദേഹം ഒരു 4-5 മണിയായപ്പോൾ അവിടെ വന്നു. എൻ്റെ അടുത്ത് വന്ന് ജോസ് ആണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു 6-7 മാസം യു പി സാദാബാദിൽ കർത്താവിന്റെ ദാസനോട് കൂടിയുള്ള പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. ഒറ്റയ്ക്ക് ഏത് സാഹചര്യത്തിലും നിന്ന് വേണ്ടി കർത്താവിനെ സാക്ഷിപ്പാനുള്ളതായ ധൈര്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ ഹിന്ദി പഠിച്ചാൽ ഞങ്ങൾ 2-3 സഹോദരന്മാർ മലയാളികളായിട്ട് ഹിന്ദി പഠിച്ചാൽ ഞങ്ങൾ ഗ്രാമത്തിൽ പോവും, പാസ്റ്ററിന്റെ കൂടെ പോവും. എതിർപ്പുകൾ ഞങ്ങളുടെ കൺമുൻപാൽ ഞങ്ങൾ കണ്ടു. എന്തായാലും ഹിന്ദി പഠിക്കണമെന്നുള്ള ആഗ്രഹത്താലാണ് 90-ൽ ഞാൻ നീമച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടുന്ന് 25-50 കിലോമീറ്റർ നീമച്ച് എന്ന സ്ഥലത്ത് പക്ഷെ KJ ബാബു ബൈബിൾ കോളേജിൽ വന്ന് ചലഞ്ചിങ് മെസ്സേജ് തന്ന കർത്താവിന്റെ ദാസന്റെ അടുത്തേക്ക് എന്നെ ബൈബിൾ കോളേജുകാർ പറഞ്ഞ് അവിടെ വിട്ടു. അവിടെ ചെന്ന് 6 മാസത്തെ ബൈബിൾ ട്രെയിനിങ് അവിടെയും ചേർന്നു. അവിടെ പഠിച്ചതിന് ശേഷം ഞാൻ കർത്താവിന്റെ വേലയിൽ അവരോട് കൂടെ അന്നേരം IIT-യോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അവരോട് ചേർന്ന് പല സ്ഥലങ്ങളിലും സുവിശേഷം അറിയിപ്പാൻ പക്ഷെ ജോയ് M. തോമസ്, നിങ്ങൾ എല്ലാവരും അറിയുമായിരിക്കും, അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ഓരോ ദിവസവും മുന്നോട്ട് പോയി. അപ്പൊ ബൈബിൾ കോളേജിൽ നിന്നൊരു പ്രേരണ, സ്വന്തമായിട്ട് ബൈബിൾ കോളേജിന്റെ വർക്ക് തുടങ്ങണം. എന്നാൽ ബൈബിൾ കോളേജിന്റെ വർക്ക് ചർച്ച് മിനിസ്ട്രി ഇല്ല. അപ്പൊ അവിടുന്ന് നിയമിച്ചിൽ നിന്ന് 16 കിലോമീറ്റർ നയകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ലോക്കലിൽ ഒരു ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്ത സ്ഥലം, 4 ചുറ്റുപാടും സിമെന്റ് ഫാക്ടറികളാണ്. അവിടെ ഞാൻ സ്വന്തമായിട്ട് അവിടെ വേല തുടങ്ങി. എനിക്ക് ഭാഷ അറിയത്തില്ല, ഹിന്ദി എനിക്കറിയത്തില്ല. മെയിൻ റോട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലാണ് ഞാൻ താമസിക്കുന്നത്. വെള്ളമോ വെളിച്ചവുമില്ല. 1.5 കിലോമീറ്റർ ദൂരത്തിൽ നിന്നാണ് വെള്ളം സൈക്കിളെ വെച്ച് കൊണ്ടുവരണം. 9.5 വർഷം അവിടെ വർക്ക് ചെയ്തു. 9.5 വർഷവും ഈ 1.5 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് വെള്ളം സൈക്കിളിലാണ് ഞാൻ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിപ്പാൻ തുടങ്ങി. എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവന് പൂർണ്ണമായിട്ട് ശമ്പളം കിട്ടണമെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്യണം. ഒരു പ്രൈവറ്റ് ജോലിക്കാര് അവർക്ക് ശമ്പളം വേണമെങ്കിൽ 15, ഇവിടെയൊക്കെ 12-15 മണിക്കൂർ ജോലി ചെയ്യണം. അങ്ങനെയെങ്കിൽ ഒരു ഫുൾ ടൈം വേലക്കാരൻ എത്ര മണിക്കൂർ വേല ചെയ്യണമെന്നുള്ളതായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ 8 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗ്രാമങ്ങളിൽ, എനിക്ക് ഭാഷ അറിയത്തില്ല ആ സമയത്ത്, ഞാൻ ടാക്സുകൾ വരുത്തി. അന്ന് 450 രൂപയാണ് സപ്പോർട്ട് ബൈബിൾ കോളേജിൽ തരും. അത് ഇന്നത്തെ പോലുള്ള കാര്യമല്ലല്ലോ. ഇവിടുന്ന് അവിടെ പോയി ക്ലിയറൻസ് ചെയ്തിട്ട് വേണം വരാൻ.
അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് അത് പ്രയോജനപ്പെടാത്തത് കൊണ്ട് 100 രൂപ പാക്കറ്റ് ഹോസ്പിറ്റൽ പാക്കറ്റ് ഉണ്ട്. ഗ്രാമങ്ങളിൽ പോയി യേശു യേശു എന്ന് പറഞ്ഞ് മാത്രം അത് പറഞ്ഞ് 1 രൂപയ്ക്ക് വിറ്റ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലായതുകൊണ്ട് അവിടെ തൊട്ടടുത്ത് റെയിൽവേ ട്രാക്കിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഒരു സിമെന്റ് ഫാക്ടറി ഉണ്ട്. എന്റെ കമ്മിറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു. കാരണം അയച്ചു തരുന്ന പൈസയൊന്നും ഞങ്ങൾക്ക് സമയത്ത് ഉപകാരപ്പെടാത്തത് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, കർത്താവിന്റെ വേല ചെയ്യും കാലം അത്രയും മനുഷ്യ മുഖത്ത് നോക്കി ഞാൻ ഒരു പൈസയോ ഒരു സപ്പോർട്ടോ ആവശ്യപ്പെടുകയില്ല. നീ വിളിച്ചെങ്കിൽ എന്നെ നീ നടത്തണം എന്നുള്ളതായ ഒരു സമർപ്പണം ഞാൻ ചെയ്തു. ഇന്ന് വരെ 34 വർഷമായിട്ട് മനുഷ്യമുഖത്ത് നോക്കുവാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. ഒരു സംഘടനയിൽ നിന്നും ഒരൊറ്റ രൂപ പോലും സപ്പോർട്ട് മേടിക്കാതെ ഇന്നും തുടരുവാൻ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ സുവിശേഷ വേല ചെയ്തത് ഗ്രാമങ്ങളിൽ നടന്നാ പോയിക്കൊണ്ടിരുന്നത്. ട്രാക്സ് സഞ്ചിയിൽ തൂക്കി. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ ജോയം തോമസ് അദ്ദേഹം എനിക്കൊരു പഴയ സൈക്കിൾ തന്നു. ഞാൻ ആ സൈക്കിൾ കൊണ്ട് ഗ്രാമത്തിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ എന്നും രാവിലെ സിറ്റിയിൽ അവിടെ ഒരു സിമെന്റ് ഫാക്ടറി CCI സിമെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്നത് കൂട്ടിക്കിടക്കുക. ഞാൻ എന്നും രാവിലെ ആ 3 ഷിഫ്റ്റിൽ അവിടെ വർക്കുണ്ട്. രാവിലെ 8 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക്, വൈകിട്ട് 9 മണിക്ക്. എന്നും രാവിലെ ഞാൻ പട്ടണത്തിൽ 6 മണിക്ക് പോയി നിൽക്കും. ഫാക്ടറിയിലേക്ക് ആരെങ്കിലും നടന്നു പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ആംഗ്യം കാണിച്ച് സൈക്കിളിൽ ഇരുത്തി ഞാൻ അവിടെ കൊണ്ട് ഇറക്കി വിടും. അവിടുന്ന് ഞാൻ നടന്നു പോകുന്നവരെ സിറ്റിയിൽ കൊണ്ട് വിടും. ഏകദേശം 1 വർഷത്തോളം ഞാൻ ഈ കാര്യം മാത്രം ചെയ്തിരുന്നു. രാവിലെ 6 മണി മുതൽ 9:30 വരെയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയും വൈകിട്ട് 6 മണി മുതൽ 3 മണി വരെയും ഇങ്ങനെ ഞാൻ സൈക്കിളിൽ ആൾക്കാരെ വെച്ച് അവിടെ കൊണ്ടുപോകും. 100 കണക്കിന് ആൾക്കാരുമായി പരിചയമുണ്ടാക്കി. അല്പം ഭാഷ ഞാൻ പഠിച്ചപ്പോൾ എന്റെ കമ്മിറ്റ്മെന്റ് പോലെ ഞാൻ കർത്താവിനെ വേണ്ടി അധ്വാനിച്ചു. 27 ഗ്രാമങ്ങളിൽ അവിടെ പ്രവർത്തനം ചെയ്ത് അനേകർ വിശ്വാസത്തിൽ വന്നു. ഇന്ന് അനുഗ്രഹീതമായ ഒരു സഭ അവിടെയുണ്ട്. ആ അവസരത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ആരോടും ചോദിക്കത്തില്ലെന്ന്. ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന അന്ന് എനിക്ക് തന്ന സൂക്കേഴ്സിൽ 12 ജോഡി ഡ്രസ് ഉണ്ടായിരുന്നു. പാസ്റ്റർ ജോയം തോമസിന്റെ കൂടെ ടീമായിട്ടുള്ള പ്രവർത്തനത്തിൽ മഹാരാഷ്ട്രയിൽ ചെന്നപ്പോൾ അവിടുത്തെ ആദിവാസികളുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് എനിക്ക് 1 ജോഡി വസ്ത്രം വെച്ചിട്ട് ഞാൻ ബാക്കി 11 ജോഡിയും അവിടെ വിതരണം ചെയ്തു. ഒറ്റ ജോഡി കൊണ്ടാണ് ഞാൻ പിന്നെ തിരിച്ചു വന്നത്. 10 വർഷം, ഏകദേശം 9-10 വർഷത്തോളം വൈഡ് സൈഡിൽ വിൽക്കുന്ന 2ാം തരം പാന്റും ഷർട്ടും മേടിച്ചാൽ ഞാൻ എൻ്റെ വസ്ത്രം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒരു 5 വർഷം കഴിഞ്ഞാണ് ഫാനിൻ്റെ അടിയിൽ ഞാൻ കിടന്നത്. കാരണം സിമെന്റ് ഫാക്ടറി ആണല്ലോ അവിടെ. ഫാൻ മേടിക്കാൻ പൈസയില്ല. വേനൽക്കാലത്ത് പോലും ടെറസിന്റെ വണ്ടിയിൽ മുകളിൽ ഞാൻ പുതച്ചു മൂടിയാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ നല്ലൊരു ചർച്ചും അവിടെ ചർച്ച് വെച്ചു. ബൈബിൾ കോളേജുകാർ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച് വെച്ചു. 2 റൂംസ് പാഴ്സനേജ് അവിടെ പണിതു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വേല നടക്കുകയായിരുന്നു. പക്ഷേ ഈ ഗ്രാമങ്ങളിൽ പോകുന്നത് കൊണ്ടും രാത്രി കാലങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് ഈ സിമന്റ് ഫാക്ടറിയുടെ പൊടി എന്നെ ഒരു വലിയ രോഗത്തിലേക്ക് മാറ്റി. എന്ന് പറഞ്ഞാൽ ചുമയും തുടങ്ങി. അസ്തമ അമ്മയുടെ പാരമ്പര്യമായിരിക്കും.
ആസ്മ എനിക്ക് വളരെ കൂടുതലായിപ്പോയി, വളരെ കൂടി. അന്നേരം 1997 ഒക്ടോബർ മാസം 27-ാം തീയതി ഒരു ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, ഞാൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ എനിക്ക് TB ആണെന്ന് പറഞ്ഞു. TB ആണെന്നാ പറഞ്ഞു. അതിനു മുമ്പ് എൻ്റെ വിവാഹത്തെക്കുറിച്ച് 2 കാര്യം പറയട്ടെ. ഞാനിവിടെ വന്ന് പ്രവർത്തനം ആരംഭിച്ചു. നിയമിച്ചിലുള്ളതായ പാസ്റ്റർ KJ ബാബു പാസ്റ്ററും ജോയൻ തോമസ് അന്ന് നിയമിച്ചിലാണ്. അവര് മുൻകൈ എടുത്ത് അവരുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയുമായിട്ട് വിവാഹം ആലോചിച്ചു. ഹിന്ദു സമുദായത്തിൽ നിന്ന് വന്ന ഒരു സഹോദരിയാണ്. അപ്പം ആ വിവാഹം ആലോചിച്ച് എനിക്ക് സമ്മതമായി. ഞാൻ അവളോടുമായിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഞാനൊരു കർത്താവിന്റെ വേലക്കാരനാണ്, എനിക്ക് യാതൊരു ശമ്പളവും ഇല്ല, നീ ജോലി എടുക്കുന്നവളാണ്, കല്യാണം കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, പട്ടിണിയെങ്കിൽ പട്ടിണി എന്ന് പറഞ്ഞ് അവൾ സമ്മതിച്ചു. ഞങ്ങളുടെ വിവാഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട് നിയമസഭയിൽ വെച്ച് 1995 ഫെബ്രുവരി 19-ാം തീയതി കർത്താവിൽ പ്രസിദ്ധനായ, ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന PG വർഗീസ് അങ്കിൾ, IETയുടെ ഫൗണ്ടർ പ്രസിഡന്റ്, അദ്ദേഹം ഞങ്ങളുടെ വിവാഹം നടത്തി. അങ്ങനെ ഇവളെയും കൊണ്ടാണ് ഞാൻ ഗ്രാമത്തിൽ ചെന്നത്. അന്ന് ചർച്ച വെച്ചിട്ടില്ല, വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പിന്നീട് 1995 ശേഷം ഞങ്ങളുടെ വിവാഹം എല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ ചർച്ച വേണത്. ഈ സമയത്ത് ഒന്നിനു പുറകെ ഒന്നതായിട്ടുള്ളതായ പ്രയാസങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതൊന്നും ഞാൻ ജോലിക്ക് വിട്ടിട്ടില്ല. അതുകൊണ്ട് വിശ്വാസത്താൽ ജീവിക്കണം. ഞാൻ പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ബംഗാരവാല എന്നാ പറയുന്നത്, പഴയ സാധനം വിൽക്കുന്ന അവരെ കൊണ്ട് പോലും ദൈവത്തിന് നമ്മളെ നടത്തുവാൻ കഴിയുമെന്ന്. കാരണം ഒരു ദിവസമല്ല, ചില ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ ഇരുന്നപ്പോൾ പഴയ സാധനം വിൽക്കുന്ന ഒരാള് ഞങ്ങള് അവിടെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒഫീഷ്യൽ പേര് ജോസഫ് എന്നാണ്. എന്നോട് പറഞ്ഞു, ജോസഫ് സാറേ, ഞാൻ നാട്ടിൽ വരെ പോവുക, എൻ്റെ കയ്യിൽ ഒരു 500 രൂപ കൈ വെച്ചേക്കാമോ, എൻ്റെ കയ്യിൽ ഇരുന്നാൽ തീർന്നു പോകും, അതുകൊണ്ട് വരുമ്പോൾ തന്നാൽ മതിയെന്നും പറഞ്ഞ് ഞാൻ 1.5 മാസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം 500 രൂപ എനിക്ക് തന്നു. 1.5 മാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കാര്യം നടത്തി. ഞാൻ പറയാറുണ്ട്, ഞാനീ പറഞ്ഞ പോലെ രോഗത്താൽ വളരെ ഭാരപ്പെട്ട 1997 ഒക്ടോബർ 27-ാം തീയതി നിയമച്ചിലെ ഒരു ക്രിസ്ത്യൻ ആശുപത്രി ചെന്നപ്പോൾ അവര് പറഞ്ഞു, ഇയാൾക്ക് TB ആന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, 2500 കിലോമീറ്റർ ദൂരത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്ന എന്നെ ദൈവം ഇവിടെ നഷ്ടപ്പെടുത്തത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഒരു ചെക്കപ്പ് പോലും ബാക്കി വെക്കരുത്, സകലതും ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തതെല്ലാം പോസിറ്റീവാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്താൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ 100 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കത് പറയുവാനുണ്ട്. 1997 ഒക്ടോബർ മാസം 27-ാം തീയതി ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. ഞാൻ അതുപോലെ ശ്വാസമെടുക്കാൻ എനിക്ക് പറ്റത്തില്ല, ചുമ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊരു പാത്രവും ഗ്ലാസ് എല്ലാം വേറെ വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ നടത്തിയ ദൈവം എന്നെ നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാം, അന്ന് രാത്രി ഞാനും എൻ്റെ ഭാര്യയും കട്ടിലേലിരുന്ന്, ഒരു ഇരുമ്പിന്റെ കട്ടിലാണ്, കട്ടിലേലിരുന്ന് ഞങ്ങൾ 2 മണിക്കൂർ കരഞ്ഞു. 4 ചുറ്റുപാടും പ്രതികൂലങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സാമ്പത്തികമായി ഞങ്ങൾക്ക് ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. എൻ്റെ കഷ്ടപ്പാട് എൻ്റെ വീട്ടിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിറ്റ് ശ്വാസത്തിന്റെ വില എനിക്കറിയാം, ഒറ്റ രൂപയുടെ വില എനിക്കറിയാം, ഒറ്റ രൂപയുടെ വില എനിക്കറിയാം, 5 രൂപയുടെ വില എനിക്കറിയാം. ഒരു 5 രൂപയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ തൂക്കി വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാന് വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്.
വളരെ പ്രയാസങ്ങളിലൂടെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കരയുക. പ്രാർത്ഥിക്കാൻ ശബ്ദം വരുത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, ഈ 2 മണിക്കൂറിൽ എനിക്കറിയത്തില്ല ഞങ്ങളുടെ മുറിയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു എന്ന് മാത്രം എനിക്ക് പറയാം. കണ്ണീര് കണ്ടാൽ മറന്നു പോകാത്ത, മാറിപ്പോകാത്ത കർത്താവിന്റെ ടച്ചിങ് അന്ന് രാത്രി 2 മണിക്കൂറിനുള്ളിൽ എന്നെ തൊട്ടു. ഞാൻ സൗഖ്യമായി. ഇന്നും ആ സൗഖ്യത്തിന്റെ ബലത്താൽ ഞാൻ നിൽക്കുന്നു. രോഗസൗഖ്യത്തിൽ വിശ്വാസമില്ലാത്തവരോട് ഞാൻ ചില സംഭവങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. 2008 എനിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. സ്റ്റോണിന് പൈസ ഇല്ലായിരുന്നു. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിരുന്നു. 3-ാം പൊക്കം പൊട്ടി 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 ആ സ്റ്റോൺ പുറത്തു വന്നു. സൗഖ്യമാക്കുന്ന കരം. നിങ്ങളോട് ഞാനിത് സാക്ഷ്യം പറയുമ്പോൾ മരണത്തെ പല പ്രാവശ്യവും കൺമുന്നിൽ കണ്ട വ്യക്തിയാണ് ഞാൻ. 2020 ജനുവരി മാസം ടേബിളിൽ മരിച്ച വ്യക്തിയാണ്. 2015 ഒരു പ്രത്യേക ആത്മശബ്ദം കേട്ട് പ്രാർത്ഥന തുടങ്ങി. ഒരു പ്രാർത്ഥന ടവർ തുടങ്ങി. 2015 ഈ വടക്കേന്ത്യയിൽ നിന്ന് ഒരു വലിയ ഉണർവുണ്ടാകണമെന്നുള്ള ആഗ്രഹത്താൽ ഞങ്ങൾ പ്രാർത്ഥന ഉപവാസത്താലും 2015 മധ്യപ്രദേശിന്റെ 52 ഡിസ്ട്രിക്ട് എന്നുണ്ടായിരുന്നു. 52 ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് പ്ലേസിൽ പോയി സകല സ്ട്രോങ് ഹോൾഡ് അകത്ത് പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് ഞങ്ങൾ വന്നു. 2015 പ്രാർത്ഥന ടവർ തുടങ്ങി. എനിക്കൊരാഗ്രഹമായിരുന്നു ഇന്ത്യയുടെ സകല സ്റ്റേറ്റുകളുടെയും ക്യാപിറ്റലുകളിൽ പോയി സ്ട്രോങ് ഹോൾഡുകളുടെ പിടിച്ചടക്കണമെന്ന് പ്രാർത്ഥിച്ചു വരിക. 2020 ജനുവരി 18-ാം തീയതിയിൽ എനിക്ക് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ആണ് ഉള്ളത്. ടേബിളിൽ മരിച്ച മനുഷ്യനാണ്. 3 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. 2020-ലും 2022-ലും 3 സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്കൊരു ബ്ലോക്ക് ഉണ്ട്. ഗുജറാത്ത് അഹമ്മദാബാദ് അപ്പോളോ മെഡിക്കൽ കോളേജിലെ സർജൻ ശരത് ജെയിൻ 2023 എന്നോട് പറഞ്ഞത് ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ ആവശ്യമാണെന്നാണ്. ഞാനിവിടുന്ന് എൻ്റെ ഒരു പ്രാർത്ഥനാ സഹകാരി, ഞങ്ങൾ ഒന്നിച്ചെന്നും പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ ഷാജി കുര്യൻ വാഴൂർ, അദ്ദേഹം ചർച്ച് ബോർഡിന്റെ ശുശ്രൂഷകനാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ വിവരം പറഞ്ഞു. അദ്ദേഹം ചെങ്ങന്നൂർ KM ചെറിയാൻ ആശുപത്രിയിൽ എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ എല്ലാ ചെക്കപ്പും കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആനന്ദ് എന്നോട് പറഞ്ഞു, ബ്ലോക്ക് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല, പൈസ കളയാവുന്നതേ ഉള്ളൂ, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജീവിച്ചിരിക്കാൻ പറഞ്ഞു. മരണത്തെ എനിക്ക് പേടിയില്ല. കാരണം ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് സത്യവും ഞാൻ പ്രസംഗിക്കുന്ന സ്വർഗവും യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കാൻ നിങ്ങളിൽ പലരും. എൻ്റെ ഭാര്യയ്ക്ക് എന്താ പറയുന്നത്, മൈഗ്രെയിന്റെ വേദനയാണ്. വർഷങ്ങളോളം ഈ കഴിഞ്ഞ 2023 ജനുവരി ഫെബ്രുവരിയിൽ മുഖത്തേക്ക് നീര് ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ ഫെബ്രുവരിയിൽ ഉദയ്പൂരില് ഒരു പേരുകേട്ട ആശുപത്രിയിൽ ഞങ്ങൾ ചെന്നപ്പോൾ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞത് ബ്രെയിൻ ട്യൂമർ ആണെന്നാണ് പറഞ്ഞത്. ബ്രെയിൻ ട്യൂമർ 38 mm ഉള്ളതായ ബ്രെയിൻ ട്യൂമർ. ഓപ്പറേഷൻ ചെയ്യണം. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാനാണ്. ഇതിലല്പമെങ്കിലും ഈ മുകളിൽ നിന്ന് അല്പം ഇങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ 3 വർഷം മുമ്പ് മരിച്ചു പോകാം, അല്ലെങ്കിൽ ഭ്രാന്തിയായി തീരാം, അല്ലെങ്കിൽ ഒരു ദിവസം 4-5 പ്രാവശ്യം ഫിക്സ് വരാവുന്നതായ സംഗതിയായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറിനോട് സുവിശേഷം പറഞ്ഞു, ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്, അതുകൊണ്ട് 2 മാസം എനിക്ക് തരണം എന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് തീരുമാനിക്കാമെന്ന് പറഞ്ഞ്
മാസം ഏപ്രിൽ 2020 ഈ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു 25-ാം തീയതി ഉദയപൂർ ഗീതാഞ്ജലി മെഡിക്കൽ കോളേജില് 8.5 മണിക്കൂറിൽ എൻ്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടന്നു. ബ്രെയിൻ ട്യൂമറിന്റെ ഓപ്പറേഷൻ. നിങ്ങൾക്കറിയണം പ്രിയപ്പെട്ടവരെ, 8.5 മണിക്കൂറിന്റെ ഓപ്പറേഷനില് നടന്നു. അവൾ ജീവിച്ചിരിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ചെക്കപ്പ് കഴിഞ്ഞ് എന്നെയും എൻ്റെ മകനെയും ഡോക്ടർ അകത്ത് വിളിച്ച് പറഞ്ഞത് ഇനി 1 വർഷം ജീവിക്കുമെന്നാണ് പറഞ്ഞു. എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്നവരെല്ലാം വിളിച്ചു പറഞ്ഞു. ലോകമെമ്പാടും പ്രാർത്ഥിച്ചു. ഓപ്പറേഷന്റെ 3-ാമത്തെ ദിവസം അവളുടെ ശരീരം മുഴുവനും ഒരു വശം, ഇടത്തുവശം പാരലൈസ് ആയി പോയി, തളർന്നു പോയി. ഞങ്ങൾ 5-ാം പക്കം അവളെ ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ ഉദയപൂർന്ന് ഒരു വീൽ ചെയർ മേടിച്ചോണ്ടാ വന്നത്. ഞാൻ വീൽ ചെയർ എടുത്തി വീട്ടിൽ കൂടെയൊക്കെ നടത്തി. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇത് ഇവളുടെ മുന്നിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. എൻ്റെ മോനോട് പറഞ്ഞു ആ വീൽ ചെയർ ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞു. നമ്മൾ സേവിക്കുന്ന ദൈവം സൗഖ്യം തരുവാൻ മതിയായവനാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആശുപത്രിയിൽ നിന്ന് പോരുന്ന സമയത്ത് അവള് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ നടന്നു വരുമെന്ന് പറഞ്ഞു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ആയിരിക്കട്ടെ, കാരണം സഡേഷനിലും അനസ്തേഷ്യയുടെ ഇതുകൊണ്ട് പറഞ്ഞതാണെന്നാണ് വിചാരിച്ചത്. 9-ാമത്തെ ദിവസം ഞാൻ ഇരിക്കുന്ന ഈ റൂമില് ദൈവം ഇവിടെ ഇറങ്ങി വന്നു എന്നുള്ളതാണ്. അവളുടെ പേര് വിളിച്ചു. എഴുന്നേക്കാൻ പറഞ്ഞു. ഒരു വശം മൊത്തം തളർന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ. എഴുന്നേക്കാൻ പറഞ്ഞു. വിളി കേട്ട് അവൾ എഴുന്നേറ്റു ഇരുന്നു. കാലെടുത്ത് വെക്കാൻ പറഞ്ഞു. അവൾ വിചാരിച്ച് ഞാൻ പറയുന്നതാണ് വിചാരിച്ചു. നോക്കിയപ്പോൾ ആരുമില്ല. ദൈവശബ്ദമാണ് തിരിച്ചവളെന്ന്. എൻ്റെ മോനെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, എന്നെ നടത്താൻ പറഞ്ഞു. അവളെ ഇവിടെ നടത്തി ഈ മുറിയിൽ നിന്ന് അപ്പുറത്തിച്ച് വരെ ചെന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി ഇന്നും മാറിപ്പോയിട്ടില്ല. ഒരനുഭവം ഞാൻ പറയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ പറയാം, നിങ്ങളുടെ വിശ്വാസം ഏത് നിയമങ്ങളെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഏത് പരിസ്ഥിതികളെ ദൈവത്തിന് മാറ്റിമറിക്കുവാൻ കഴിയും. 1996 ഡിസംബർ മാസം 6-ാം തീയതി എൻ്റെ 2-ാമത്തെ മോളുടെ പ്രസവ സമയമാണ്. 2 കുഞ്ഞുങ്ങളും ഉണ്ടായത് വീട്ടിലാണ്, ഗ്രാമത്തിലാണ്. എൻ്റെ ഈ പൈസയില്ല. 25 രൂപയുണ്ട്. ആശുപത്രി സൗകര്യങ്ങളില്ല. അവിടെ നിയമിച്ചു വരണം. ഡിസംബർ 6-ാം തീയതി പ്രസവ വേദന അവളെടുത്തു. രാത്രി അവിടെ വാഹന സൗകര്യമില്ല. ഇന്നും അവിടെ ടാക്സി സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചത് ഇങ്ങനെയാണ്, എന്ത് ചെയ്യും? അപ്പോൾ കർത്താവിന്റെ ദാസൻ എം പൗലോസിന്റെ സാക്ഷ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ എൻ്റെ ഓർമ്മ വന്നിട്ട് ഞാൻ വിശ്വാസത്താൽ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ ഞാൻ കൈവച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, ഇന്ന് രാത്രി പ്രസവം നടക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ ഈ പൈസയില്ല, പോകാൻ മാർഗമില്ല. പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കുന്നത് പോലെ കൈവച്ചിട്ട് ഞാൻ കരഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് പ്രസവവേദന മാറിപ്പോയി. അന്ന് രാത്രി ഞങ്ങൾ ശാന്തമായി കിടന്നുറങ്ങി. 2 മിനിറ്റിനുള്ളിൽ പ്രസവ വേദന മാറ്റിക്കളഞ്ഞു ദൈവം. പിറ്റേ ദിവസം 1 കിലോമീറ്റർ നടത്തി ഒരു ഡിസ്പെൻസറിയിലാണ് അവിടെ പ്രസവം നടന്നത്. അനേക സാക്ഷ്യങ്ങൾ കേട്ട് ബലപ്പെട്ടിട്ടുള്ള ആരോമ ടിവിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നും നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രോഗത്തിന്റെ കാര്യം, ദൈവത്തിന്റെ കരുതലുകൾ എത്രയോ വലുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, ഇന്ന് ഈ പട്ടണത്തിൽ വന്നിട്ട് 25 വർഷം കഴിയും. ദൈവത്തിന്റെ ആത്മാവ് 1997 എന്നോട് സംസാരിച്ചു. അവിടെ നിന്ന് ഈ മൻസൂറിൽ വരണമെന്ന് പറഞ്ഞു.
മൻസൂറിൽ ആരും വരാൻ താല്പര്യപ്പെട്ടിട്ടില്ല, താല്പര്യപ്പെടുകയുമില്ല. അങ്ങനെ ഒരു സ്ഥലമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെ എനിക്ക് പരസ്യമായി പറയാൻ സാധ്യമല്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. ദൈവശബ്ദത്തിന് ഞാൻ അനുസരണം കാണിച്ചിട്ടില്ല. അന്ന് 25 രൂപ പെട്രോളിന് വില ഉണ്ടായിരുന്നപ്പോൾ 97 മുതൽ 99 വരെ എല്ലാ ഞായറാഴ്ചയും ഞാൻ ഈ പട്ടണത്തിൽ വന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു MIT വണ്ടിയിൽ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ പട്ടണം മുഴുവൻ 3-4 മണിക്കൂർ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോകുമായിരുന്നു. 2 വർഷം അങ്ങനെ ചെയ്തു. അങ്ങനെ ആണ് 999 എനിക്കിവിടെ ഈ പട്ടണത്തിൽ വരാനും ഞാൻ വന്നാണ് ഇവിടെ വർക്ക് തുടങ്ങിയത്. 100 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. രോഗസൗഖ്യം നൽകുന്ന ദൈവത്തെക്കുറിച്ച്, ഏത് പരിസ്ഥിതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച്. ഞാനൊരു മൻസൂറിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോകത്തില്ല. കാരണം ഇവിടെ ചർച്ചുണ്ട്, വിശ്വാസികളെയൊക്കെ വിട്ടിട്ട് എങ്ങനെ പോകും? മനസ്സില്ല എനിക്ക്. പക്ഷെ അവിടുന്ന് ദൈവം എന്നെ അടിച്ചിറക്കിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഉൾപ്പെട്ടു നിന്ന ആ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനം അവരോട് എനിക്ക് വിടേണ്ടി വന്നു. കാരണം ദർശനം കൊണ്ട് മാത്രം. വളരെ സന്തോഷത്തോടെ ഇന്നും ഞാൻ അവരുമായിട്ട് വളരെ സ്നേഹത്തിലാണ്. ഒരു സംഘടനയോടും സപ്പോർട്ടില്ലാതെ ഞാൻ ഈ പട്ടണത്തിൽ വന്ന് അത്ഭുതകരമായ രീതിയിലാണ് ദൈവം ഞങ്ങളെ നടത്തിയത്. 2 വർഷം വന്ന് പ്രാർത്ഥിച്ചു പോയിക്കൊണ്ടിരുന്നു. 1999 ഏപ്രിൽ മാസം എനിക്കിവിടെ ഷിഫ്റ്റ് ആകണമായിരുന്നു. എൻ്റെ ഈ പൈസയില്ല. സാമ്പത്തികമായിട്ട് ആരെങ്കിലും ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഞാൻ ഒരു രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഷിഫ്റ്റ് ചെയ്യണം, എനിക്ക് 2000 രൂപ ആവശ്യമുണ്ട്, ഞാൻ അവിടെ കടം മേടിച്ചതാണ്, എനിക്കത് കൊടുക്കണം. ഞാൻ ഇവിടുന്ന് മാറിപ്പോയാൽ കർത്താവിന്റെ നാമം ദുഷിക്കും. 2000 രൂപ വലുതാണല്ലോ, അന്നും എനിക്ക് വലുതാ കേട്ടോ. ഞാന് പ്രാർത്ഥിച്ചു. 99 മാർച്ച് മാസം 18-ാം തീയതി ആണെന്ന് തോന്നുന്നു, അമേരിക്കയിൽ നിന്ന് എനിക്കൊരു കത്ത് വന്നു. അമേരിക്കയിൽ നിന്ന് എനിക്ക് ആരാ കത്ത് എഴുതാനുള്ളത്? എൻ്റെ കൂട്ടുകാരോ ബന്ധക്കാരോ സ്വന്തക്കാരോ അറിയപ്പെടുന്നവരാരുമില്ല. അമേരിക്കയിൽ നിന്ന് ഒരു കത്ത് വന്നു. ഞാൻ കത്ത് പൊട്ടിച്ചു നോക്കി. 4000 രൂപയുടെ ഒരു ചെക്കായ. 4000 രൂപയുടെ ചെക്ക്. ഒരു ചെറിയ കുറിപ്പ്. പാസ്റ്ററെ കുറിച്ച് അല്പമായി കേൾപ്പാനിടയായി ഒരു ചെറിയ ഗിഫ്റ്റ് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു അനുഭവം മാത്രമല്ല, 100 അനുഭവങ്ങൾ. ഒരിക്കലും എനിക്കൊരു 1000 രൂപയുടെ അത്യാവശ്യത്തിന് രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചു. രാവിലെ 8 മണിക്കൊരു കർത്താവിന്റെ ദാസൻ എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇവിടുന്ന് 70 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ഒരു 1000 രൂപ കൊണ്ട് മൻസൂറിൽ എൻ്റെ ദാസിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കരുതലുകൾ എത്രയോ വലുത്. മരണം മുഖാമുഖമായി കണ്ട അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. രോഗങ്ങള് 24 ദിവസം ഉറങ്ങാതെ കിടന്ന രാത്രി എൻ്റെ ജീവിതത്തിലുണ്ട്. 2ാമത്തെ കുഞ്ഞ് ഉണ്ടായി 40-ാം പൊക്കം. നാട്ടിൽ നിന്ന് ഒരു പാസ്റ്റർ ചർച്ചിൽ വന്നു. അപ്പൊ രാത്രി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് പാസ്റ്ററിന് ചൂടുവെള്ളം രാത്രിയിൽ കൊടുക്കുവാൻ വേണ്ടി ഫ്ലാസ്കിൽ ചൂടുവെള്ളം നിറച്ച് അടുക്കളയിൽ വെച്ചത് എൻ്റെ ഭാര്യ. മൂത്ത കൊച്ചിന് 1 വയസ്സ് മാത്രം. അവള് ഓടി വന്ന ആ ഫ്ലാസ്ക് വലിച്ചു. ചൂടുവെള്ളം മുഖത്തേക്ക് വീണു. ചൂടുവെള്ളം ഡിസംബർ മാസത്തിലാണ്. ചൂടുവെള്ളം മുഖത്തേക്ക് വീണു. ഞാൻ വിസിറ്റിങ്ങിന് പോയതായിരുന്നു. ഞാൻ വീട്ടിൽ വന്നപ്പം വീടിന് ചുറ്റും ആൾക്കാർ നിൽപ്പുണ്ട്. അതൊരു മലയാളി എന്നോട് പറഞ്ഞു, കൊച്ചൊന്ന് പൊള്ളി. ഞാൻ ഓർത്ത് അദ്ദേഹത്തിന്റെ കൊച്ചു പൊള്ളി, എന്നെ വിളിക്കാമെന്നതാണ്. ഞാൻ അകത്ത് ചെന്നപ്പോൾ എൻ്റെ മോളുടെ ഈ മുഖത്തിന്റെ ഒരു ഭാഗവും ഈ ഉരവും ഇവിടെ എല്ലാം പൊള്ളി. സെറ്റർ ഊരി എടുത്തപ്പോൾ തൊലി ഇങ്ങനെ ആ സെറ്റോട് കൂടി പോന്നു. തണുപ്പ്, അന്നത്തെ തണുപ്പൊന്നും എനിക്ക് പറഞ്ഞു അറിയിക്കാൻ പറ്റത്തില്ല. 24 ദിവസം എൻ്റെ മോളെ ഞാൻ എൻ്റെ ചങ്ക കമത്തി കിടത്തി. പുതയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് സ്റ്റൗ കത്തിച്ച് ഞാൻ അവിടെ വെച്ചിട്ട്
ഞാന് മൂത്രം ഒഴിക്കണമല്ലോ എന്ന് മേടിക്കാൻ വെള്ളം കുടിക്കാറില്ല രാത്രി. 10-15 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉറക്കം വരെ എനിക്ക് നഷ്ടപ്പെട്ടു. ഉറക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ രാത്രി ഉറങ്ങില്ല. 24 ദിവസം. ഓരോ ദിവസവും അങ്ങനെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ പോയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. സാമ്പത്തിക ആവശ്യങ്ങൾ ഇന്ന് ഞാൻ പറയാം. 450 രൂപയ്ക്ക് ഞാൻ പ്രയാസപ്പെട്ട, സപ്പോർട്ട് വരാതെ പ്രയാസപ്പെട്ട എനിക്ക് എന്നെ ലോകത്തിൽ അനുഗ്രഹിച്ചതുപോലെ ലോകത്തിൽ ആരെയും ദൈവം അനുഗ്രഹിച്ചിട്ടില്ല. ആരെയും ദൈവം അനുഗ്രഹിച്ചിട്ടില്ല. അതുപോലെ ദൈവം എല്ലാ നിലയിലും എന്നെ അനുഗ്രഹിച്ചു. പ്രാർത്ഥനകൾ, കൊറോണ 2021 കൊറോണയില് എൻ്റെ മൂത്ത പെങ്ങളുടെ മൂത്ത മകൻ പാസ്റ്റർ ഷാജി, ഞാൻ പറഞ്ഞു, കൊറോണയിൽ അദ്ദേഹത്തിന് 22 വയസ്സുള്ള മോൾ മരിച്ചുപോയി. പിറ്റേ ദിവസം അദ്ദേഹം പാസ്റ്റർ മരിച്ചു. ഞാൻ കൊറോണയിൽ 7 ദിവസത്തോളം ഓക്സിജനിൽ മാത്രം കിടന്നു. ഞങ്ങളുടെ ഈ കോളനിയിൽ നിന്ന് കൊണ്ടുവന്നവരാരും തിരിച്ചു വന്നിട്ടില്ല. ഞാൻ കൊറോണയിൽ പുറത്തു, ഞങ്ങളുടെ വീട് സീൽ ചെയ്തിരിക്കുക. എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മോന് കൊറോണ പിടിച്ച് സീൽ വെച്ച് ഞങ്ങൾ വീട്ടിലാണ്. രണ്ടാമത്തെ പ്രാവശ്യം കൊറോണയുടെ 2ാം വേവില് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഈ കോളനിയിൽ നിന്ന് കൊണ്ടുപോയവരാരും തിരിച്ചു വന്നില്ല. അന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ, ഗ്ലോബൽ പ്രെയർ വാരിയേഴ്സ്, ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ 7 മണി മുതൽ 8 മണി വരെ പ്രാർത്ഥിക്കുന്നുണ്ട്, സൂമിലാണ്. എന്നെ അറിയാവുന്നവരെല്ലാം കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നെ ഇവിടെ നിന്ന് റെഫർ ചെയ്തവരാരും തിരിച്ചു വന്നില്ല. ദൈവം എന്നെ വിടുവിച്ചു. 3 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ദൈവം എന്നെ വിടുവിച്ചു. 2 പ്രാവശ്യം മേജർ ആക്സിഡന്റിൽ എൻ്റെ കാറുമായിട്ട്. 2023 ഒക്ടോബർ മാസം 26-ാം തീയതി രാജസ്ഥാനിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയമാണ്. നല്ല റോഡ്, ഹൈവേ ആണ്. ഞാനൊരു പാസ്റ്റർ ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് ഒരു 85 കിലോമീറ്റർ ദൂരെ ഞാനാ ഡ്രൈവ് ചെയ്യുന്നത്. വണ്ടി ഒരു 90-100-ന് മുകളിലേക്കാണ്. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കാറിന്റെ ഫ്രണ്ട് ലെഫ്റ്റ് ടയർ പൊട്ടിപ്പോയി. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. റോങ് സൈഡിൽ ഒരു ട്രക്ക് നിൽക്കുന്നതുകൊണ്ട് ആ ട്രക്ക് ചെന്ന് ഇടിച്ചു. ഫ്രണ്ട് മൊത്തം തകർന്നു പോയി. എയർ ബാഗ് 2ഉം പുറത്തു വന്നു. ഞാൻ മൂക്കിടിച്ച് അവിടെ ഇരുന്നതായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ പരവേശമെടുത്ത് സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് എൻ്റെ കൂട്ടത്തിലുണ്ടായ പാസ്റ്റർ പുറത്തിറങ്ങി എന്നെ വലിച്ചെടുത്തു. ഞാൻ വിചാരിച്ചു അന്ന് തന്നെ പോവുകയാണെന്ന് വിചാരിച്ചു. അത്രമാത്രം പെട്ടെന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡ് ചുമന്ന് നീര് വെച്ച് ഞാൻ കുനിഞ്ഞിരുന്നു കൊണ്ട് എൻ്റെ പാസ്റ്ററോട് പറഞ്ഞു, പോലീസിന് ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞു. പോലീസിന് ഫോൺ ചെയ്തു. 10 മിനിറ്റിനുള്ളിൽ പോലീസ് വന്നു. ഞങ്ങളെ ആശുപത്രി കൊണ്ടുപോയി. പ്രാഥമിക ശുശ്രൂഷ കഴിഞ്ഞിട്ട് എന്നെ മൻസൂറിലേക്ക് ഒരു ടാക്സി വിട്ട് എന്നെ ഇവിടെ പറഞ്ഞയച്ചു. കമ്പനിക്കാർ ഗ്യാരണ്ടി പറയത്തില്ലേ? കണ്ണാടിയുടെ ഫ്രെയിംകാർ പറയും 1 വർഷത്തെ വാറണ്ടി പറയത്തില്ലേ? വാച്ച് കമ്പനിക്കാര് ഗ്യാരണ്ടി പറയത്തില്ലേ? ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിച്ചാൽ ഗ്യാരണ്ടി പറയത്തില്ലേ? എന്നാൽ ഇന്ന് വരെയും ഒരു കമ്പനിക്കാരും ഇങ്ങനെ ഒരു ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കണ്ണട ധരിച്ച് മൂക്കുകുത്തി വീണ നിന്റെ മൂക്കിനോ മുഖത്തിനോ ഒന്നും പറ്റിയെന്ന് ആരും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. ഒരു വാച്ച് കമ്പനിക്കാരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വാച്ച് കെട്ടിക്കൊണ്ട് വീണ കൈയൊടിയത്തില്ലെന്ന്. ഒരു കാർ കമ്പനിക്കാരും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കമ്പനിയിലുള്ള കാറിൽ നിന്ന് ആക്സിഡന്റ് ഉണ്ടായാൽ പ്രാണഹാനി വരത്തില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, അന്നുണ്ടായ ക്ഷതം ഞാൻ പറയട്ടെ. ഞാനിവിടെ ആശുപത്രി എന്നെ കൊണ്ടുപോയി. എനിക്കൊന്നും സംഭവിച്ചില്ല.
പ്രാണന് ഹാനിയും അവയവങ്ങൾക്ക് ഹാനിയും അതിന്റെ ഗ്യാരണ്ടി നമ്മുടെ കർത്താവിന് ചെയ്യുവാൻ കഴിയും. ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ മരണം നമ്മളെ സ്പർശിക്കാൻ സാധ്യമല്ലെന്ന് 1 അല്ല 9. ഞാൻ ശുശ്രൂഷക്കാരായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ കൂടെ വൻ കാര്യം ദൈവം ചെയ്യും. ഞാൻ ഒരിക്കലും ഇവിടെ എനിക്ക് വീട് വാടകയ്ക്ക്, ഞാൻ 13 വീട്ടിൽ ഇവിടെ ഈ പട്ടണത്തില് വാടകയ്ക്ക് താമസിച്ചു. 13 വീടുകളുണ്ട്. ഞാൻ സ്വന്തമായ വീട്ടിലായിപ്പോയിരിക്കുന്നത്. ഞാൻ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചിട്ട് SBIയിൽ 2020 ചേർന്ന് ബാങ്ക് മാനോട് സംസാരിച്ച് എനിക്ക് വീട് വേണം, ലോൺ തരാമോ എന്ന് ചോദിച്ചു. സ്ഥലം മേടിക്കാനും വീട് വെക്കാനും അദ്ദേഹം എനിക്ക് ലോൺ തന്നു എന്നുള്ളതാണ്. ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും തടയാൻ സാധ്യമല്ല. ആത്മാക്കൾ വേണോ? ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു വീടിന് ആവശ്യമുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഞാനിത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, രാവിലെ ഇന്ന സ്ഥലത്ത് അദ്ദേഹത്തോട് പോയി സുവിശേഷം പറയാൻ പറഞ്ഞു. ഈ കോളനിയിലാണ്. സെൻട്രൽ ബാങ്കിന്റെ ഒരു അസിസ്റ്റന്റ് മാനേജറാണ്, ഒരു ബ്രാഹ്മണനായ ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ രാവിലെ 8-8:30 ആയപ്പോൾ വീട്ടിൽ ചെന്നു. ഞാൻ അദ്ദേഹത്തെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. അദ്ദേഹം എന്നെ ഇരുത്തി. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ കോളനിയിലാണ്, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. എന്നെ അവിടെ കയറ്റി ഇരുത്തി. ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്പലങ്ങളിൽ പൂജാരികളുണ്ടല്ലോ, അതുപോലെ ക്രിസ്തീയ പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്നയാളാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 15 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ തലച്ചോറിനൊരു ഞരമ്പ് കാരണം ഈ വലത് കൈ എപ്പോഴും ഷിവറിംഗ് ആണ്, വേദനയാണ്, ഭയങ്കര വേദന. ഞാൻ പറഞ്ഞു, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഞാൻ സുവിശേഷം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് പറയൂ, ഞാൻ പ്രാർത്ഥിച്ച് കൈ എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത് ഫീൽ ചെയ്തു. അദ്ദേഹത്തിന് ദൈവം സമ്പൂർണ്ണ വിടുതൽ അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം താമസിച്ച വീട് എനിക്ക് ആ മാസത്തിൽ വാടകയ്ക്ക് തന്നിട്ട് 6 വർഷം ഈ കോളനിയിൽ അദ്ദേഹം വാടകയ്ക്ക് താമസിച്ചു. ദൈവം നമുക്ക് വാതിലുകളെ തുറന്നാൽ ഒരു വ്യക്തിക്ക് മടക്കുവാൻ സാധ്യമല്ല. അതേത് മേഖലകളിലായിരുന്നാൽ പോലും. ഏപ്രിൽ മാസത്തിലാണ് ഞാൻ അവിടുത്തെ. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഇന്നും അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നും 2002, 2003 കാര്യമൊക്കെ പറയുന്നത്. വലിയ വേനലാണെന്ന് അദ്ദേഹം എനിക്ക് ഏപ്രിൽ മാസത്തില് എനിക്ക് വീട് വാടകയ്ക്ക് തന്നു. 900 രൂപയ്ക്ക് വെള്ളം അന്ന് വിലക്ക് മേടിക്കണം, ഒരു മാസം ഞങ്ങൾക്ക് വേണമെങ്കിൽ. അദ്ദേഹത്തിന്റെ കിണറ്റില് ഒരല്പം വെള്ളമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് കിണറിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. രാത്രി എല്ലാവരും കിടന്നുറങ്ങി. ഞാനും എൻ്റെ ഭാര്യയും പുറത്തിറങ്ങി കിണറിന്റെ അടപ്പ് തുറന്നു. ഞങ്ങൾ കൈക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ആ ഒരല്പം വെള്ളം പ്രാർത്ഥിച്ച കിണറ്റിലേക്ക് ഒഴിച്ചു. കിണർ മൂടി. ഞങ്ങളൊന്ന് വിശ്വാസത്താൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ വിശ്വാസത്താലാണ് ചെന്ന് കിണർ തുറന്നപ്പോൾ എത്രമാത്രം വെള്ളം പൊങ്ങി എന്നുള്ളത് ഈ കോളനിയിൽ ഉള്ളവരുണ്ട്. ഇന്ന് നമ്മുടെ സഭയിൽ സാക്ഷിയുള്ളവരുണ്ട്. ഇന്നത് ഞാൻ സഭയിൽ ആൾക്കാരോട് സാക്ഷ്യം പറയാറുണ്ട്, പുതിയ ആൾക്കാരോട് സാക്ഷ്യം പറയാറുണ്ട്. പിറ്റേ ദിവസം ആ കിണറ്റിൽ വെള്ളം പൊങ്ങി. 9 വർഷം അവിടെ താമസിച്ചു. ഞങ്ങൾക്ക് വെള്ളം വിലയ്ക്ക് കൊടുത്ത് മേടിക്കേണ്ടി വന്നിട്ടില്ല. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തന് വേണ്ടി ദൈവം പാറയിൽ നിന്ന് വെള്ളം പെരുവെള്ളം പോലെ ചാടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്നും ദൈവത്തിന് കഴിയുമോ? അതേത് മേഖലകളിലായിക്കൊള്ളട്ടെ. 100 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാറുണ്ട്. രോഗസൗഖ്യമായിട്ടും സാമ്പത്തികമായ കാര്യങ്ങളായിട്ടായിട്ടും എല്ലാ മേഖലകളിലും എനിക്ക് പറയുവാനുണ്ട്. ജീവിക്കുന്നിരിക്കുന്ന കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാം.
ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കാൽവെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വടക്കേ ഇന്ത്യയുടെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങള് ക്യാപിറ്റലുകളിൽ ഞങ്ങൾ പ്രാർത്ഥന ക്രമീകരിച്ചു. UP, ഉത്തരാഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, വടക്കേ ഇന്ത്യയുടെ മിക്ക സ്റ്റേറ്റുകളിലും കാലുകുത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. മണിപ്പൂരിലെ പ്രശ്നത്തിന് ഞങ്ങൾ ഇവിടുന്ന് പക്ഷേ ഷാജി കുര്യന് ഞാനും കഴിഞ്ഞ സെപ്റ്റംബറിൽ മേഘാലയ, ആസാം, മണിപ്പൂർ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ ഞങ്ങൾ പോയി അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു. നമ്മുടെ രാജ്യത്തൊരു വലിയ ഉണർവ് നടക്കും. നമ്മുടെ രാജ്യത്തെ ദൈവം സ്നേഹിക്കുന്നു. ഇന്നും അത്ഭുതങ്ങൾ നിന്ന് പോയിട്ടില്ല. ഈ 2023 എന്റെ ഭാര്യ എഴുന്നേൽപ്പിച്ച് നടത്തിയെങ്കിൽ 3 ഹാർട്ട് അറ്റാക്കും 2 മേജർ ആക്സിഡന്റുകളും വിവിധ രോഗങ്ങളിലും സൗഖ്യം നൽകി ഞങ്ങളെ നിലനിർത്താമെങ്കിൽ ആരോമ ടിവിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാൻ ധൈര്യമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. കർത്താവിന്റെ ദാസൻ ബഹുമാനപ്പെട്ട ഡാനിയൽ ജോൺ സാറിനോട് എനിക്ക് പാസ്റ്ററോട് വലിയ സന്തോഷമുണ്ട്. ഈ സാക്ഷ്യം നിങ്ങളോട് പറയാൻ എനിക്ക് അവസരം നൽകിയുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. ഈ അവസരം തന്ന കർത്താവിന്റെ ദാസൻ ബഹുമാനപ്പെട്ട ഡാനിയൽ ജോൺ പാസ്റ്ററുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്റെ ഈ സാക്ഷ്യം ചിലരെയെങ്കിലും പ്രോത്സാഹനമായി തീരുമെന്നുള്ള വിശ്വാസത്തോടും അത് വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കാരണമായി തീരുമെന്നുള്ള പ്രത്യാശയോടും കൂടി എന്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KT ജോസഫ് അവറുകൾ. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിലും ഒരു വളർന്നു വന്ന ആ സാഹചര്യം വ്യത്യസ്തമായ നിലയിലേക്ക് തിരിച്ചു പോകുവാനിടയായി തീർന്നു. അങ്ങനെ മദ്യപാനവും മറ്റ് ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയായി പാപത്തിൻ്റെ വഴികളിലേക്ക് വലിച്ചഴിക്കപ്പെട്ട ആ നാളുകൾ, ആ നിലയിൽ ഒരുപക്ഷെങ്കിൽ നാശത്തിലേക്ക് പോയി എല്ലാം അവസാനിക്കാമായിരുന്ന സ്ഥാനത്ത് നിന്ന് സർവകൃപാലുവായ ദൈവം കർത്താവിൻ്റെ ദാസനെ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് കർത്താവ് അതിനേൽപ്പിച്ചു കൊടുക്കാതെ അത്ഭുതകരമായി അതിൽ നിന്നൊക്കെയും മടക്കി വരുത്തി കർത്താവിൻ്റെ സ്നേഹം ഉള്ളിൽ നിറച്ച് ദൈവവചനത്തിൻ്റെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും നിറവ് ഉള്ളിൽ പകർന്ന് സുവിശേഷ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത് വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് ദൈവം നിയോഗിച്ചയച്ചു. ഇന്നും വിട്ടുമാറാതെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും ദയയ്ക്കും പാത്രീഭൂതനായി കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ ആ നാളുകളിലൊക്കെ കടന്നുപോയ സങ്കീർണമായ സാഹചര്യങ്ങൾ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ ജീവിതത്തിൽ ദൈവത്തെ രുചിച്ചറിയുവാൻ, ആ കർത്താവിൻ്റെ സ്നേഹത്തോട് പറ്റി നിൽക്കുവാൻ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ ആരുടെയും സഹായം കൂടാതെ തന്നെ കർത്താവിൻ്റെ കൃപ ഏറ്റവും അധികം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അനേക ആത്മാക്കളെ നേടുവാൻ, ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഉയർന്നു നിൽക്കാൻ പ്രാർത്ഥിപ്പാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതമാർന്ന രോഗസൗഖ്യവും അത്ഭുതമാർന്ന ദൈവീയ ഇടപെടലുകളും ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെ വ്യത്യസ്തനായി മാറി നിന്ന് കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കാൻ കഴിയും. കർത്താവ് പിന്നെ സഹായിക്കട്ടെ. ദൈവത്തിന് ഒരു നിമിഷം അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഈ ജീവിതാനുഭവങ്ങൾ അനേക പ്രിയപ്പെട്ടവർക്ക് പ്രചോദനവും പ്രത്യാശയും വിശ്വാസവും വർദ്ധിക്കുവാൻ മുഖാന്തരമായി തീരേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങളിൽ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഞങ്ങളെ അതീതമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സായാഹ്ന സമയത്ത് ആരോമ ടിവിയിലൂടെ അടിയന്റെ സാക്ഷ്യം പങ്കുവെക്കുവാൻ ഒരവസരം ലഭിച്ചത് കൊണ്ട് സ്തോത്രം. ആരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മഹനീയമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടോ. അനേക ദൈവദാസന്മാര് കടന്നു വന്ന തങ്ങളുടെ സാക്ഷ്യങ്ങളെ
പങ്കുവെച്ച് അനേകരെ ഉറപ്പിക്കുകയും വിശ്വാസത്തിൽ പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. നിന്റെ ദാസന്റെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണം. ആരോമ ടിവിയുടെ സകല ശ്രോതാക്കൾക്കുമായി സ്തോത്രം. കർത്താവേ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ സാക്ഷ്യം പങ്കുവെച്ചവരുടെ സാക്ഷ്യങ്ങൾ ഇനിയും ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ അനേകര് കേൾക്കുവാനും അതിൽ കൂടി വിശ്വാസം വർദ്ധിപ്പിക്കുവാനും വിശ്വാസം ഉറയ്ക്കുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ഈ സാക്ഷ്യം ചിലർക്കെങ്കിലും പ്രോത്സാഹനമാക്കി തീർക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ ആരോമ ടിവിയുടെ ശുശ്രൂഷ അനേക ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിലെ സകല ഭാഷകളിലും എത്തിച്ചേരണമെന്ന് ദൈവകരം പ്രവർത്തിക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു നാമത്തിൽ വളരെ വിനയത്തോടെ ചോദിക്കുന്ന കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസ് പാസ്റ്റർ KT ജോസഫ് അവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് ആരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടുതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും കർത്താവ് തന്ന് കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, കർത്താവിന് നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നീട് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടും മുഖാന്തരമായി തീരുമല്ല. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.